സുഹൃത്തുക്കളെ, കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാറില്ല. എന്തായാലും ഇന്ന് വീഡിയോ ഇടാനുള്ള പ്രത്യേക കാരണം, കഴിഞ്ഞ 500 വർഷമായിട്ട് ഉണ്ടായിരുന്ന വെസ്റ്റേൺ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങുന്നു. അവരുടെ കീഴിൽ, അവരുടെ അടിമകളായി, പ്രജകളായി ഉണ്ടായിരുന്ന ഇസ്ലാമിക് രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ആ മാനസിക അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് പൊതുവായ ഒരു ഇസ്ലാമിക് യൂണിറ്റി, കളക്റ്റീവ് സെക്യൂരിറ്റി, അതായത് കൂട്ടായ സംരക്ഷണ രീതികൾ, ചൈനയാണ് ഇതിൻ്റെ മുമ്പ് സജസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ്റെയും സൗദി അറേബ്യയുടെയും തുർക്കിയുടെയും, എന്തിന് ഇറാൻ്റെയും കാർമ്മികത്വത്തിൽ ഒരു പുതിയ ഇസ്ലാമിക് കളക്റ്റീവ് സെക്യൂരിറ്റി, ഇതുവരെ അമേരിക്കയുടെ സെക്യൂരിറ്റി ആയിരുന്നു, അത് മാറി കളക്റ്റീവ് സെക്യൂരിറ്റിയിലേക്ക് വരുന്നതോടുകൂടി ലോകത്തെ അമേരിക്കയുടെ ആധിപത്യം, അല്ലെങ്കിൽ പണ്ടേ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ആധിപത്യം, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന പോർച്ചുഗീസിൻ്റെയും ഡച്ചിൻ്റെയും ഫ്രഞ്ചിൻ്റെയും അതിനുശേഷം ബ്രിട്ടൻ്റെയും ആ ആധിപത്യത്തിൻ്റെ അവസാന തുരുത്തായ അമേരിക്കൻ ആധിപത്യം അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു പ്രത്യാശ ലോകത്തിനാകെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പായിട്ടില്ല, ഒരു 50% ചാൻസ് ആയിട്ടുള്ളൂ. അത് അങ്ങനെ ആവാനാണ് സാധ്യത. പക്ഷേ അമേരിക്കയുടെ ഇത്രയും കാലം അവർ സ്വരൂപിച്ച സൈനിക ശക്തികൾ, സൈനിക ബലവും സൈനിക ശക്തികളും പരിപൂർണമായിട്ടും അവർ ഒഴിവാക്കാൻ തയ്യാറാവും എന്ന് വിചാരിച്ചുകൂടാ. അവരേറ്റ് അവസാനത്തെ കൈ എന്ന നിലക്ക് അവരുടെ കയ്യിൽ നിന്നും ലോകത്തിൻ്റെ പിടി ഒന്നായിട്ട് അയയുന്ന ഒരവസ്ഥയിലേക്ക്, പാപ്പരാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുമോ, അതവർ തിരഞ്ഞെടുക്കുന്നോ, അതിന് പകരം പഴയ പോലെ ഭയപ്പെടുത്തിയും കീഴടക്കിയും ലോകത്തെ തങ്ങളുടെ അധീനതയിൽ വയ്ക്കാൻ നമ്മളെ പാവപ്പെട്ട ട്രംപും പെൻറ്റഗണും മറ്റ് ബഹുരാഷ്ട്ര കുത്തകകളും തീരുമാനിക്കുമോ, അതോ അവരുടെ പിടി അയയുമോ എന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നത്. ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ
മിഡിൽ ഈസ്റ്റിൻ്റെ അടിയിലുള്ള എണ്ണയുടെ ആധിപത്യത്തിനായിട്ട് എല്ലാ രാജ്യങ്ങളും റഷ്യയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അമേരിക്കയും ഒക്കെ കണ്ണുവച്ചിരുന്നതിൽ നിന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അത് അമേരിക്കയുടെ കയ്യിലെത്തി. അത് ഇപ്പോൾ അതിന് ശേഷമാണ്, അതാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗാസയും എല്ലാത്തിൻ്റെയും യഥാർത്ഥ കാരണം. എന്തായാലും ആ പിടി, ആ കൊളോണിയൽ പിടി, സാമ്രാജ്യത്വത്തിൻ്റെ പിടി അയയുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നും അത് ഇനി വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നമുക്ക് കാണാവുന്നതാണെന്നും അതോടുകൂടി ഒരു വലിയ പരിധി വരെ മറ്റുള്ളവനെ ചൂഷണം ചെയ്യുക എന്ന നൂറ്റാണ്ടുകളായുണ്ടായിരുന്ന ആ തത്വശാസ്ത്രത്തിന് അവസാനം വരികയും പ്രത്യേകിച്ച് അമേരിക്കൻ വൻകരയൊഴിച്ച്, അമേരിക്കൻ വൻകരയിൽ അതും കൂടി, കാരണം അവിടെ മൺറോ ഡോക്ട്രിൻ മുതൽ തന്നെ അമേരിക്കയുടെ കീഴിലാണ് ആ രാജ്യങ്ങളൊക്കെ എന്ന ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വെനിസ്വേലയിലെ സ്വത്തൊക്കെ, എണ്ണയൊക്കെ ഞങ്ങൾ വിൽക്കും എന്ന പാവം ട്രംപിൻ്റെ സമീപനവും അതിനനുസരിച്ചുള്ള ആക്ഷനുകളും നമ്മൾ കണ്ടത്. അവിടെ എങ്ങനെയാവുന്നുള്ളത് കണ്ടറിയണം. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സാമ്രാജ്യത്വത്തിൻ്റെ ആ പിടിയിൽ നിന്ന് മെല്ലെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതുവഴി ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി, അതായത് കൂട്ടായ സുരക്ഷിതത്വം എന്ന ഷീ ജിൻപിങ് എന്ന ചൈനീസ് ഭരണാധികാരി മുന്നോട്ട് വച്ച ആ പദ്ധതിയിലേക്ക് മെല്ലെ മെല്ലെ ലോകം മുഴുക്കെ അടുക്കുകയാണെന്നും അതുവഴി യുദ്ധങ്ങളില്ലാത്ത, അല്ലെങ്കിൽ സൈനിക ആവശ്യത്തിനായി കൂടുതൽ ചെലവാക്കാത്ത, മനുഷ്യൻ്റെ അടിയന്തര ആവശ്യമായ പട്ടിണി, വിദ്യാഭ്യാസം, സുരക്ഷിതത്വം മുതലായ കാര്യങ്ങൾക്ക്, തൊഴിൽ മുതലായ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ചെലവഴിക്കാൻ, സമ്പത്ത് ചെലവഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറുമ്പോൾ ഈ അവശേഷിക്കുന്ന സുൽത്തനേറ്റുകളുടെ ഗതി എന്താവും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. എന്തായാലും ചരിത്രത്തിലെ ഒരു പ്രത്യേക സന്ധിയിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്ക് അസാധാരണമായ ഒരു ലോകക്രമത്തിലേക്ക് മനുഷ്യകുലം ഒന്നായിട്ട് ചുവടുവെക്കുന്നതും അതുവഴി അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം സഹകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന, കിട്ടാവുന്ന ലഭ്യമായ വസ്തുക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ആധിപത്യം
കീഴടക്കി ആധിപത്യം ഉറപ്പിക്കുന്നതിൽ നിന്ന് പങ്കുവെക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരു ലോകത്തേക്കുള്ള അസുലഭ സമയമാണിതെന്നും അത് അടുത്ത 10 വർഷത്തിനുള്ളിൽ മാറ്റമുണ്ടാവുന്നു. അതുവഴി അതോടുകൂടി ലോകത്തെ സയൻസ് അധിഷ്ഠിതമായ ശാസ്ത്രത്തിൻ്റെ ബലത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ഒരു സാമൂഹ്യ ബന്ധങ്ങളും അതുവഴി ഇപ്പം നിലവിലുള്ള ശാസ്ത്രമെന്ന പേരിൽ നടക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പാടെ മെല്ലെ മെല്ലെ ഇല്ലാതാവുന്ന, അതായത് പൂർണ്ണമായ ശാസ്ത്രീയ അടിത്തറയിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ തലം അന്യോന്യം ചൂഷണം ചെയ്യാതെ മറ്റുള്ളവരുടെ അധ്വാനത്തെ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം എന്ന് വിചാരിക്കുന്ന ഒരു തലമുറകൾ മെല്ലെ മെല്ലെ ഇല്ലാതാവും, ചരിത്രത്തിൻ്റെ ഭാഗമാവും എന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്.